നമ്മള് സാധനം വെച്ചാ ട്രൂത്ത് ഓൺലൈൻ. അപ്പൊ കളി എന്ന് വെച്ചാൽ രണ്ടുപേരുടെ കയ്യിൽ ഓരോ സാധനം വെച്ച് കൊടുക്കും. അപ്പൊ അവൻ വേണമെങ്കിൽ അത് ഇങ്ങനെ പേരെയാണ് ചിലപ്പോ അവൻ പറയും എന്റെ കയ്യിൽ ഇരിക്കുന്ന ലിപ്സ്റ്റിക്കാന്ന് പറയും. അപ്പൊ ഞാനത് അവനോട് ചോദിക്കും. അപ്പൊ ഇതിന് ഇരിക്കുന്നതൊക്കെ ചോദിക്കുമ്പോ അവൻ ലിപ്സ്റ്റിക്കാന്ന് പറയും. 3 ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ എടുത്തുള്ളൂ. ആ 3 ചോദ്യത്തിനുള്ളിൽ ഞാൻ ഇരിക്കുന്നത് ലിപ്സ്റ്റിക് ആണോ അല്ലെ പേനയാണോ ഞാൻ കണ്ടുപിടിക്കണം. അപ്പൊ അതാണ് കളി. ഇത്രേ ഉള്ളൂ. ട്രൂത്താണ് ലൈനാണ് കണ്ടുപിടിക്കണം. ഞങ്ങൾ എന്ത് ചെയ്യും? ഇതാണ് ഗെയിം. നിർണായകമായ സാഹചര്യത്തെ നമ്മൾ 10 കണ്ടസ്റ്റന്റുകളെ മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഒരു ചേഞ്ച് അന്നയും അവിക്ക് പകരം നമ്മൾ ജോൺസനെ കേട്ടിട്ടുണ്ട്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. ഓക്കെ, യു വിൽ അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കേൾക്കാമോ? ഞാൻ കണ്ണടക്കില്ല. എന്റെ മോത്തിക്കൊണ്ട് നോക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ആദ്യമേ എന്റെ കയ്യിരിക്കുന്ന ഒരു സോപ്പ് പെട്ടിയാ. എന്റെ കയ്യിൽ ഇരിക്കുന്നത് ഒരു ലിബാമ. ഫസ്റ്റ് ഞാൻ അങ്ങോട്ട് ചോദിക്കാം. ആ ലിബാം ഒന്നൊരു ഹൈറ്റ് താഴോട്ടിട്ട്. ഓക്കെ, ലിബാം ഒന്ന് ഉരച്ച് കഴിഞ്ഞാൽ പെട്ടിയല്ലേ അത് വേണം ഇട്ടേ ഒന്നിട്ടേ വരയ്ക്കാല്ലേ? അതൊന്നിട്ട് ഉരച്ച്. ഓക്കെ, പെട്ടിയല്ലേ? തുറക്ക് അടക്ക് അതിന് തുറക്ക് അടക്കാൻ കുട്ടുവാണോ? തുറക്കാൻ പറ്റണ്ടേ? അടപ്പില്ലാത്ത പെട്ടിയാ. അടപ്പില്ലാത്ത പെട്ടിയാണോ? ഓപ്പൺ ആയിട്ടുള്ള പെട്ടി. എന്നാ കുഴപ്പമില്ലേ? ഇങ്ങനെ വെച്ചു കവ ഓക്കെ, നിന്റെ കയ്യിൽ ലിബാം അല്ലേ? അന്ന ലിബാം ഒന്ന് തുറന്നേ. തുറന്നോ? ലാസ്റ്റ് ചോദ്യല്ലേ? പെട്ടിയല്ലേ? പെട്ടി നമ്മൾ വരച്ച് സ്ക്രാച്ച് ചെയ്യാറുണ്ട്. കാറ്റിനൊക്കെ എടുത്തോളൂ. അന്ന പറയുന്നത് ട്രൂത്താ. ജോറ ലയ്യ. കാണിക്കും. എന്റെ ക്യൂട്ടൻസാ. അന്ന ചുമ്മാ ഇവിടെ തട്ടിപ്പും വെട്ടുകയാണ്. ഇവിടെ അഴിമതിയാണ്. ഞാൻ നീതി പുലർത്താൻ ഉദ്ദേശിച്ചത്. അത് അടുത്ത റൗണ്ടുകാരെ വിളിച്ചിട്ട് ഓക്കെ. അപ്പൊ നെക്സ്റ്റ് റൗണ്ട് വരുന്നത് റോസുകുട്ടി ആൻഡ് അബിയാണ്. എന്റെ പേര് ബൈബ വിചാരം. ആരെയും കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാൻ താഴെ തന്നെ. യെസ്, കമന്റ് ബിലോ. നമ്മൾ റോസുകുട്ടി കൊടുക്കുന്നത് കൊടുക്കാം. അഭി ചീറ്റ് ചെയ്തേക്കിരുന്നു. ഞാൻ പറഞ്ഞ അബിയുടെ ഇരിക്കുന്നല്ലേ? അബി എന്തേലും തീപ്പെട്ടി. അവിടെ ഇരിക്കുന്ന ചീപ്പില്ലേ? ചീപ്പിന്റെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് എന്നോട് ചോദിക്കുന്നത് അടുത്തല്ലേ? ചീപ്പല്ലേ? ചീപ്പ് കുറച്ച് ഹൈറ്റ് താഴെട്ടെ. ഒന്നുകൂടെ കൂടെ. അതല്ലേ ഇങ്ങനെ ഒഴിച്ചോ? കത്തിക്കാൻ നീ ഉദ്ദേശിച്ചില്ല.
ഒത്തിരി എനിക്ക് കത്തിക്കാൻ പറ്റത്തില്ല. ഇവിടെ 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 ശബ്ദം വന്നു. പിന്നെ അത് തീ കത്തുന്ന പോലെ ഇരിക്കത്തില്ലേ? എടാ ഇവിടെ അതായിരുന്നു ക്വസ്റ്റ്യൻ. ശാസ്ത്രതയില്ലേ? ചീപ്പല്ലേ? ഈ മുടി കുറച്ച് ചീത്ത. ഞാൻ നോക്കുന്നില്ല. ഉണ്ടാക്കരുത് പറ. നീ എന്നോട് ചോദിക്കേ. ലൈറ്റ് നോക്കണേ. 3, 2, 1 സ്റ്റാർട്ട്. 3, 2, 1 സ്റ്റാർട്ട്. മിസ്റ്ററാണ് ജോണി മാക്കുവാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്തൊക്കെയാണ് പോയി നോക്കി തരാം. ഒരാൾക്ക് ഇത് കൊടുക്കാം. കറങ്ങില്ല. ഒരാൾക്ക് വേണമെങ്കിൽ നമുക്ക് പോകാം. രണ്ടേയും കണ്ണു തുറന്നു. തുറന്നോ? ആദ്യം അക്കു അല്ല ജോൺസൺ. ഫസ്റ്റ് ഗൈസ് എന്റെ ഇരിക്കുന്നത് ഒരു ക്രീമിന്റെ പെട്ടിയാ. എന്റെ ഇരിക്കുന്ന ഒരു ക്ലിപ്പാണ്. ഓ ഓക്കെ. ആ ക്ലിപ്പ് ഒന്ന് ഞാൻ തുറന്നേ അടുത്ത്. ഓക്കെ. നിന്റെ ആ ക്രീമിന്റെ ഡബ ഒന്ന് തുറന്നേ. നിന്റെ ഇരിക്കുന്ന ക്ലിപ്പല്ലേ? അത് താഴോട്ട് നിട്ടേ. ഒന്നും ഇട്. ഓക്കെ. നിന്റെ ആ ക്രീമിന്റെ പെട്ടിയില്ലേ, അത് താഴോട്ട് ഇട്ടേ. ഓക്കെ ഓക്കെ. നിന്റെ ഇരിക്കുന്ന ക്ലിപ്പല്ലേ, ക്ലിപ്പ് ഒന്ന് ചൊറിഞ്ഞ്. ചൊറി. നിനക്ക് ഇച്ചിരി ചൊറി ഉണ്ടായില്ലേ? ഈരട്ടത് ചൊറി. ഓക്കെ. ക്രീമിന്റെ ഡബയില്ലേ? അതിനകത്തുനിന്ന് ക്രീം എടുത്ത് നിന്റെ കൈ തരും. എടുത്ത് തേക്കണേ. എടുത്തോ? ഓക്കെ. ചോദ്യം ഇത്രേ ഉള്ളൂ. ജോൺസൺ പറഞ്ഞത് ട്രൂത്ത് ആണ്. അക്കു പറഞ്ഞതും ട്രൂത്ത് ആണ്. ഓക്കെ. ഞാൻ 3 വരെ ഇടും. അതായത് നിങ്ങൾ 2 സാധനം കൈ വെക്കണം. 1, 2, 3 രണ്ടുപേർക്കും പോയി. പറഞ്ഞത് നീ പറഞ്ഞ ട്രൂത്താണ്. ഈ ക്രീമിന്റെ പെട്ടിയല്ലേ? വാതിലിനെ അത് പെട്ടിയല്ലേ? ഓക്കെ. എന്നാ രണ്ടുപേരും ഒരു 1 പോയിന്റ് ആയിട്ടുണ്ട് ഗായ്സ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.